കേറ്. കേറാൻ. നീ ആരാ നിന്റെ വിചാരം? കൊച്ചി രാജാവിന്റെ കൊച്ചുമോളോ അതോ ജാൻസി റാണിയാ? എടി നിനക്കൊരു വിചാരമുണ്ട് നീ ഇവിടുത്തെ ജില്ലാ കളക്ടറാണ്, നിന്നെ കഴിഞ്ഞിട്ട് ഇവിടെ ആരുള്ളൂ എന്നൊക്കെ. അതൊക്കെ ചുമ്മാതാ കേട്ടാ. വിഷ്ണുട്ടാ. വിഷ്ണുട്ടനാ? ആരാ വിഷ്ണുട്ടൻ? അതെടി നീ വിളിക്കുന്ന പേര് തന്നെ വിളിക്കേ. ജില്ലാ കളക്ടർ ഡ്രൈവർ അല്ലേ? അതെടി ഞാൻ ഡ്രൈവർ തന്നെയാ. അതത്ര ചെറിയ ജോലിയൊന്നല്ല കേട്ടാ, മനസ്സിലായി? നിന്നെ പോലുള്ള ഒരു ഫയല് നോക്കിയിട്ടേ കാലുമ്മ കാലേറ്റിച്ചിട്ട് വണ്ടിയുടെ അകത്തിരിക്കുമ്പോഴേ പാണ്ടിലോറുടെ അടിയിലേക്കൊന്നും കൊണ്ടുപോയി കയറ്റാതെ ഏറ്റവും സുരക്ഷിതമായിട്ട് കൊണ്ടാക്കുന്നില്ലേ? അതത്ര ചെറിയ കാര്യമൊന്നുമല്ല കേട്ടാ. ഒന്ന് കണ്ണേറ്റാലേ തെക്കുമ്പുറത്തെ പുല്ലിയെത്തേണ്ട അവസ്ഥയാവും. അത് വരാതെ നോക്കുന്ന ജീവൻ കാക്കുന്ന ഞങ്ങളെ പോലുള്ള ഡ്രൈവർമാരെ ജീവൻ പണയം വെച്ചിട്ടാ ഓരോരുത്തരുടെ ജീവൻ രക്ഷിച്ചിട്ട് ഒരു പോറൽ ഒഴിവാക്കാതെ കൊണ്ടുവിടുന്നേ. ഡേഡി അങ്ങനെയുള്ള ഞങ്ങളെ നീയൊക്കെ പൂട്ട് പൂജിക്കണം. പിന്നെ ഞാൻ അടിയുണ്ടാക്കിയ കാര്യം അത് ഞാൻ വെറും നിന്റെ ഡ്രൈവർ ആയോണ്ടല്ല കേട്ടാ. ഇത് കണ്ട തന്റെ കഴുത്തിൽ താലിയെട്ടി കെട്ടിയോടാ ഞാൻ, അതുകൊണ്ടാ തല്ലിയത്. ഭാര്യ അനാവശ്യം പറഞ്ഞാലേ നട്ടുള്ള ഭർത്താവ് തല്ലും. അതിന് കള്ളു കഞ്ചാവൊന്നും വലിച്ചേറ്റൊന്നുമില്ല. തൊണ്ടല്ലോ നല്ല ബലം ഉണ്ടായി മതി. അതെനിക്ക് വേണ്ടുള്ളതുകൊണ്ട് തന്നെയാ ഞാൻ അവന്മാരെ അടിച്ചത്. ഇനി അടിക്കും. തന്നെ ആരെങ്കിലും അനാവശ്യം പറഞ്ഞോണ്ടല്ലോ ഞാൻ ഇനി അടിക്കും. അതെന്റെ കടമയാ കേട്ടടി. കൊച്ചമ്മ കളക്ടറെ കണ്ണു നിറയ്ക്കണ്ട, നിറഞ്ഞാ കഴിഞ്ഞ കുത്തിപ്പൊട്ടിക്കും. കാര്യം താ കളക്ടറും ഞാൻ ഡ്രൈവറൊക്കെ ആയിരിക്കാം. പക്ഷെ ജീവിതത്തിൽ എനിക്ക് തന്നെ ഭരിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. സംശയം ഉണ്ടോ എനിക്ക്? സംശയം ഉണ്ടോ നടി ചോദിച്ചേ? അവിടെ നടന്നത് അത് തന്നെയാ. അവന്മാര് കള്ളും കുടിച്ചു വന്നിട്ട് തന്നെ ചീത്ത പറഞ്ഞു. അതെനിക്ക് സഹിച്ചില്ല, ഞാൻ തല്ലി. അത് ഇനിയും തല്ലൂടി, ഞാൻ ആരാണെങ്കിലും തല്ലു. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുള്ളതല്ല എന്റെ പെണ്ണ്. എന്റെ പെണ്ണോട് ഞാൻ പിണക്കും വഴക്കൊക്കെ കാട്ടും എന്ന് വെച്ചിട്ട് മറ്റൊരുത്തർ ശ്രമിച്ച അവന്റെ മൂക്കടിച്ചാൻ പരത്തും.